എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഉണ്ണിയപ്പൊക്കെ കുറച്ച് പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ ഫോട്ടോ അയച്ചു തന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഉണ്ടാക്കാത്തവർ വീക്കെൻഡ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേര് ഇതേപോലെ തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ പോലെ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാന്നുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് തുടങ്ങുന്നേക്കാൾ മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് പേരെ മെസ്സേജസ് എനിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് വീഡിയോസിൻ്റെ ലെങ്ത് കൂടുതലാണ്, ചേച്ചി സ്റ്റൈൽ കുറച്ച് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എങ്ങനെയാണ് ഞാൻ എൻ്റെ സ്റ്റൈൽ മാറ്റുക? ഞാൻ പണ്ട് ഇതേപോലെ തന്നെ വിചാരിച്ചു ലെങ്ത് കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ടു മിനിറ്റ്സിൻ്റെ വീഡിയോസ് ഞാൻ 2-3 ഇട്ടുണ്ടായിരുന്നു. ഉള്ളിച്ചമ്മന്തി, അതുപോലെ തന്നെ ചായ, മുട്ട പൊരിച്ചത്. പക്ഷെ കാര്യമായിട്ട് ആരും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു 99% ആൾക്കാർക്കും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ എല്ലാവരും തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് വെച്ചാൽ ദയവ് ഇത് കാണണ്ട. അല്ലാതെ ഇപ്പോൾ ഞാൻ എന്താ പറയുക അതിനൊക്കെ മറുപടി ആയിട്ട്? എനിക്ക് ആർക്കും പേഴ്സണലായിട്ട് ഞാൻ റിപ്ലൈ ഒന്നും അയച്ചിട്ടില്ല. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീണാസ് കറികൾ ഇഷ്ടമുള്ളവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അനുഗ്രഹിക്കുക. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഓക്കെ, നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആദ്യം തന്നെ നമുക്ക് മാവ് കുഴയ്ക്കണം. മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതുപോലത്തെ ഒരു 250 ml ഒരു കപ്പിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് 1 ഗ്ലാസോളം വരുന്ന പൊടി ഇടുന്നത്. അപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒഴിക്കുന്നത് ഇത് ഓപ്ഷനിലാണ്, ഞാൻ ഒലിവ് ഓയിൽ ഒഴിക്കാറുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, സൺഫ്ലവർ ഓയിൽ ആയാലും മതി. പിന്നെ ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഓയിൽ കുറച്ചിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടുക. അപ്പോൾ നമുക്കിനി ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പൊടി, ഞാനിപ്പോൾ 1 ഗ്ലാസ് അളന്ന് വെച്ചിരിക്കുന്ന ആട്ടയാണിത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു പകുതിയോളം ആട്ട ചേർത്തിട്ടുണ്ട്. 1/2 ഗ്ലാസോളം ആട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്യാം. സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് ആട്ടയിലോട്ടല്ലേ നമ്മൾ വെള്ളം ഒഴിക്കാറ്. ഞാൻ നേരെ തിരിച്ചേ ചെയ്യാം. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം പെട്ടെന്ന് അങ്ങ് മിക്സ് ആയി കിട്ടും. മറ്റേത് നമ്മൾ ആട്ടയിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒട്ടിപ്പിടിച്ച് കൺസിസ്റ്റൻസി അറിയാണ്ട് വലിയ പാടാണ്. ഞാനിപ്പോൾ ഇതാണ്, ഇങ്ങനെ തന്നെയാണ്. എൻ്റെ പൂരിയുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കും അറിയാൻ പറ്റും. ഇങ്ങനെ തന്നെയാണ് ഞാൻ പൂരിയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബട്ടൂരി ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. നമ്മൾ ലിക്വിഡിലോട്ടാണ് ഞാൻ എപ്പോഴും പൊടികൾ ചേർക്കാറുള്ളത്. അപ്പോൾ ബാക്കിയുള്ള പൊടി അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പം മൊത്തത്തിൽ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിരിക്കുന്ന അതേ കപ്പിൽ 1 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് പൊടി വേണമെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് ഇത് കറക്റ്റായിട്ട് പറയാൻ. കാരണം വ്യത്യാസങ്ങൾ വരും ചെറുതായിട്ട്. ഇത് നമുക്കിനി നന്നായി കുഴച്ചിട്ട് ഒരു 20 മിനിറ്റോളം അടച്ചു വെക്കണം. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും ഒരുപാട് ഇങ്ങ് തൊട്ട് നോക്കുമ്പോൾ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഒരു തരിയും കൂടെ ആട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളാണ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഈ ആട്ടയിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ച് ഉണ്ടാക്കുന്ന സമയത്ത്. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അത് ചെയ്യാൻ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ് കേട്ടോ. എനിക്കിങ്ങനെ എന്താ പറയുക, ഇവിടെ എൻ്റെ കെട്ടിയവനും പിള്ളേർക്കും ചപ്പാത്തി തന്നെ വേണം. ചോറ് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ 2 നേരം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തി ഉണ്ടാക്കി എൻ്റെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഐഡിയ തോന്നിയത്. അപ്പോൾ ചെയ്തപ്പോൾ സംഭവം വിജയിച്ചു. അപ്പോൾ പിന്നെ സുഖമായിട്ട് ഞാൻ പിന്നെ ഒരുപാടങ്ങ് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കി വെക്കില്ല. അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം ചപ്പാത്തി ഉണ്ടാക്കി വെക്കുള്ളൂ. തൊട്ട് നോക്കുമ്പോൾ അല്ല ഒരുപാട് സോഫ്റ്റ് ഒന്നുമല്ല, പക്ഷെ അതേസമയം ഭയങ്കര ഹാർഡുമല്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇനി ഇതെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് അങ്ങ് അടച്ച് വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ടൈറ്റായിട്ടുള്ള മൂടിയുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് കൂടുതൽ വെക്കണ്ട കേട്ടോ. 20 മിനിറ്റ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ 20 മിനിറ്റ് വെച്ചാൽ മതി. ഇത് 20 മിനിറ്റിന് ശേഷം നമുക്കങ്ങ് പരത്തിയെടുക്കാം. ഇതാ അപ്പം നമ്മുടെ 20 മിനിറ്റ് കഴിഞ്ഞു. തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഇതങ്ങ് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പലകമ്മലാണ് പരത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടവൽ ഞാൻ താഴെ പിരിച്ചിട്ടുണ്ട്. കാരണം ഇതല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിതിനെ കുറച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഞാൻ വളരെ ചെറിയ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പരത്താനും എളുപ്പമാണ്, ചുടാനും എളുപ്പമാണ്. പക്ഷെ എണ്ണം കൂടുന്നത് മാത്രം. അപ്പം നമ്മുടെ മക്കൾ ഇങ്ങനെ ഒരുപാട് ചപ്പാത്തി കഴിക്കാനാകുമ്പോൾ നമുക്ക് സന്തോഷവും തോന്നും. ഞാൻ തമാശ പറഞ്ഞതാണേ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ചെയ്യാം.
അപ്പോൾ ഞാൻ ആദ്യം ഇതേപോലെ കുഞ്ഞുരുളകൾ ഉരുട്ടി വയ്ക്കട്ടെ. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ്. അതേസമയം ചിലവർ ചെറിയ ചൂടുവെള്ളം ഒഴിക്കാറുണ്ട്, ചിലവർ പാൽ ഒഴിക്കാറുണ്ട്. അങ്ങനത്തെ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം. പക്ഷേ ഞാൻ അതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ഒരു രീതികളുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഈ കുറേ നാളുകളായിട്ട് ഇങ്ങനെ തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിലവർ ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ബട്ടർ തടവും അല്ലെങ്കിൽ ഓയിൽ തടവും. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബട്ടർ ഓയിലൊന്നും തടവാറില്ല. അതിന് പകരമാണ് നമ്മൾ ഇത്തിരി ഇതിൻ്റെ ഉള്ളിൽ ഒലിവ് ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. അതൊക്കെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ ഞാനിത് മുഴുവനും ഇതേപോലെ ഉരുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 11 ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. അതായത് 11 ചപ്പാത്തി നമുക്ക് ഈ അളവിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് പതുക്കെ പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുള എടുക്കുക, നമുക്ക് കുറച്ച് പൊടി എടുക്കുക. നമുക്കിത് നമ്മുടെ പലകയിലോട്ട് അങ്ങ് നന്നായി അങ്ങ് തടവി കൊടുക്കുക. അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഈ ഉരുളേനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് മുകളിൽ വെച്ച് ഒന്ന് നമ്മുടെ പൊടിയിലൊന്ന് മുക്കിയെടുക്കുക. ഇനി നമുക്ക് പതുക്കെ ഒരുപാടങ്ങ് ബലം പ്രയോഗിക്കേണ്ട, ചെറിയ രീതിയിൽ അങ്ങ് വട്ടത്തിൽ ആക്കാൻ ശ്രമിക്കാം. പക്ഷേ എൻ്റെ ഒരിക്കലും വട്ടാവില്ല, അത് നിങ്ങൾ പേടിക്കേണ്ട. എനിക്ക് അതിനുള്ള കലാവാസന തീരെയില്ല. ഞാൻ കുഞ്ഞായിരിക്കും എൻ്റെ വീട്ടിലൊരു ചേച്ചി ഉണ്ടായിരുന്നു, രുക്മിണി ചേച്ചി. അയ്യോ, ആ ചേച്ചി ചപ്പാത്തി പരത്തുന്നത് കാണാൻ ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത്രയും വട്ടത്തിലാണ് അവർ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. മെഷീൻ പോലും തോറ്റു പോകും. അത്രയും സ്പീഡിൽ അത്രയും കറക്റ്റായിട്ട് എല്ലാ ചപ്പാത്തിയും ഒരുപോലെ റൗണ്ടിൽ കിട്ടും. അതൊക്കെ ഒരു പ്രത്യേക കഴിവാണ് കേട്ടോ. എനിക്ക് ആ കഴിവില്ല. അപ്പോൾ ഏകദേശം പണ്ടൊക്കെ ഞാൻ നമ്മുടെ ഇന്ത്യ ഭൂപടമൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനേക്കാളൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. എന്നാലും എൻ്റെ ചപ്പാത്തി ഒരിക്കലും റൗണ്ട് ആവാറില്ല. പിന്നെ ജാം പറഞ്ഞ പോലെ തന്നെ ഷേപ്പിൽ എന്തിരിക്കുന്ന കാര്യമൊക്കെ നമ്മളെ വയറ്റിലേക്ക് പോകണമല്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തി റൗണ്ടിൽ ഉണ്ടാക്കാൻ അറിയണമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ ചപ്പാത്തി ഞാനിവിടെ ഒരു ചപ്പാത്തി പരത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചപ്പാത്തികളൊക്കെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡും ഒരേ തിക്നെസ് ആവാൻ ശ്രദ്ധിക്കുക. അതായത് നടുവിൽ തിക്നെസ് കുറഞ്ഞിട്ട് സൈഡിൽ തിക്നെസ് കൂടാനും പാടില്ല. നേരെ തിരിച്ചും സൈഡിൽ തിക്നെസ് കുറഞ്ഞിട്ട് നടുവിൽ തിക്നെസ് കൂടാനും പാടില്ല. അപ്പോൾ പിന്നെ ഭയങ്കര നൈസാക്കി നമ്മൾ പരത്തിയെടുക്കാനും വേണ്ട. ഒരു മീഡിയം സൈസ് വലിപ്പമാണെങ്കിൽ അതായത് തിക്നെസ് ആണെങ്കിലും ഒരുപാട് അങ്ങ് നൈസാക്കണ്ട. ഒരുപാട് നൈസാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയാം, ചപ്പാത്തിയുടെ തവയിൽ നമ്മളിങ്ങനെ ഇടുമ്പോൾ ഈ നടുവിലത്തെ ഭാഗം ആ ചപ്പാത്തി തവയമ്മൽ മുട്ടില്ല, അവിടെ ഒന്നും വെവ്വാത്ത രീതിയിൽ അങ്ങ് കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ നടുവിലത്തെ ഭാഗം വളരെ നൈസായിട്ട് ഒരുപാട് അങ്ങ് ബലം പ്രയോഗിച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് നൈസായിട്ട് മാറും. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം എൻ്റെ ഈ ചപ്പാത്തി എല്ലായിടും ഈവനാണ്, ഒരേ കട്ടിയിലാണ് ഞാൻ പരത്തിയിരിക്കുന്നത്. അപ്പം അതുപോലെ നമുക്ക് അടുത്ത ചപ്പാത്തിയും പരത്തിയെടുക്കാം. അപ്പോൾ പരത്ത ചപ്പാത്തി ഒരു പാത്രത്തിലിടാം. അപ്പം നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചപ്പാത്തിയും പരത്തിയിട്ട് ഒരുമിച്ച് ചുട്ടെടുത്താൽ മതി. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പരത്തുക, മറ്റാൾ ചുടുക, അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം എൻ്റെ രണ്ടാമത്തെ ചപ്പാത്തി പരത്തിയതും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചപ്പാത്തി അങ്ങനെ ചുടുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പഴയ ദോശയുടെ തവയാണ്. ഇതിൽ ദോശ ചുട്ട് കഴിഞ്ഞത് പിടിക്കും ദോശ. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന തവ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ യൂസ് ചെയ്യാണ്. കാരണം ചപ്പാത്തി ഉണ്ടാക്കുന്ന തവ നമ്മൾ സ്ഥിരമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടായിപ്പോവും, ഈ പൊടിയൊക്കെ പിടിച്ചിട്ട്. അതിൽ പിന്നെ നമ്മൾ ദോശ ചുട്ട് കഴിഞ്ഞാൽ ദോശ ശരിയാവില്ല. ഇത് നമുക്ക് ചൂടാക്കാൻ വെക്കാം. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ചൂടാവുന്ന സമയത്ത് വേണം നമുക്ക് നമ്മുടെ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ. നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുമ്പോൾ ഒരുപാട് പൊടി ഇട്ടിട്ട് പരത്തരുത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻസി വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അധികം പൊടി ഇടേണ്ട വരില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പൊടി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വെള്ളം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടി ഒഴിവാക്കാം. പൊടി കൂടുതലുണ്ടെങ്കിൽ ചപ്പാത്തി കുറച്ച് കട്ടി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചൂടായിരിക്കുന്ന തവയിലോട്ട് നമ്മൾ ചപ്പാത്തി പരത്തിയത് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു വൈറ്റ് കളറിങ് മാറുന്ന സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചിടണം. ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്യണത്, കൈയൊന്നും പൊള്ളൊന്നുമില്ല. എന്നിട്ട് ഇനി ഹൈ ഫ്ലെയിമിലോട്ട് ഇടുക. എന്നിട്ട് ഇത് കുഞ്ഞു കുഞ്ഞു കുമിളകൾ ഇതിൽ വരും. ആ സമയത്ത് നമ്മൾ ഇതേ കുമിളകൾ വരുന്നുണ്ടോ തിരിച്ചിടുക. പെട്ടെന്ന് തന്നെ തിരിച്ചിടണം. അപ്പോൾ എന്നിട്ട് നമുക്കിത് പതുക്കെ ഇതേപോലത്തെ ഉള്ളൊരു സ്പാറ്റിൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വീർത്തങ്ങ് വരും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ചപ്പാത്തി കറക്റ്റ് അളവാന്നുള്ള കാര്യം. കണ്ടോ, ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാൻ പറ്റും. അതായത് ഹൈ ഫ്ലെയിമിൽ വിട്ടിട്ട് ചെയ്താൽ മതി. പെട്ടെന്ന് നമ്മൾ മറിച്ചിടണം. അല്ലാണ്ട് ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കറുത്ത് പോവും, ഭയങ്കര കട്ടി കൂടാനും ചാൻസ് കൂടുതലുണ്ട്. ഇത് നമുക്കിനി ഇത് ഒരു കാസറോളിലോട്ട് അങ്ങ് ഇടാം. ഞാൻ അടുത്ത ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം.
അപ്പോൾ അടുത്ത ചപ്പാത്തി ഇതേപോലെ തന്നെ നമുക്ക് ചൂടുള്ള തവയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ കളറൊന്ന് മാറി വരുന്ന സമയത്ത് തന്നെ നമുക്കിതങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് സമയം ആദ്യത്തെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി നമ്മൾ വിചാരിച്ച പോലെ ശരിയാവില്ല. ഇനി നമുക്കിതിൽ ഇപ്പം നമുക്ക് ചൂടങ്ങ് കൂട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുനുകുനാന്നായിട്ടുള്ള ഈ ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് നമ്മുടെ ചപ്പാത്തി വീണ്ടും അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴാണ് നമുക്കിവിടെ ഈ ബ്രൗൺ സ്പോട്ട്സ് കാണാം. ഇനി നമുക്ക് നമ്മുടെ സ്പാറ്റുലയുടെ ഹെൽപ്പോട് കൂടിയിട്ട് വീണ്ടും നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പതുക്കെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു തുണി കൊണ്ട് പ്രസ് ചെയ്താലും മതി. പക്ഷേ എനിക്ക് തുണി കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ കൈ പൊള്ളാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ കണ്ടാ വീർത്ത് വന്നതുണ്ട് നമ്മുടെ ചപ്പാത്തി. നിങ്ങൾക്ക് കാണുന്നുണ്ടാ? നല്ല അടിപൊളി ഫുൽക്ക പോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ചപ്പാത്തിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് നൈസാക്കിയിട്ട് നമ്മൾ ഇത് പരത്തി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതുപോലെ അങ്ങ് ഫുൽക്ക വരുമ്പോഴേക്കും അങ്ങ് പൊട്ടിപ്പോവും. ഇതുപോലെ മൊത്തത്തിൽ അങ്ങ് വീർക്കില്ല നമ്മുടെ ചപ്പാത്തി. അപ്പം ഞാനിത് എപ്പോഴും കാസറോളിൽ തന്നെയാണ് സൂക്ഷിക്കാറ്. അല്ലാതെ വേറൊരു തുണിയിലൊന്നും പൊതിഞ്ഞൊന്നും സൂക്ഷിക്കാറൊന്നുമില്ല. ഇതിപ്പോൾ ഞാനത് ഇച്ചിരി ചൂടാറിയതിന് ശേഷം മാത്രം കാസറോൾ അടയ്ക്കാറുള്ളൂ എന്ന് മാത്രം. എനിക്കിപ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കാറുണ്ട്. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ഇച്ചിരി സോഫ്റ്റ്നെസ് കുറവ് പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉപയോഗിച്ച് ഇപ്പോൾ ചൂടോട് കൂടി ഞാൻ എപ്പോഴും ചപ്പാത്തി യൂസ് ചെയ്യാറ്. കാരണം നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുകയാണ് പതിവ്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇത്തിരി അത് സോഫ്റ്റ്നെസ് കുറവ് തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചപ്പാത്തി എടുക്കുക. ഇപ്പോൾ ഇത് ഓൾറെഡി നല്ല സോഫ്റ്റ് ആണ് അല്ലേ? ഇപ്പോൾ ഇതേപോലത്തെ ഒരു ചപ്പാത്തി എടുത്തപ്പോൾ ഹാർഡാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരിച്ചിട്ട് നല്ല വെള്ളം എടുത്തിട്ട് ഒന്ന് ഇതുമ്പോൾ വൈപ്പ് ചെയ്യുക. നല്ല വെള്ളം വളരെ കുറച്ച് കേട്ടോ, ഒരുപാട് വെള്ളമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് വെള്ളം എടുത്ത് വൈപ്പ് ചെയ്തിട്ട് ഓവനിൽ വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് അടിക്കുക. മൈക്രോവേവ് ഓവനിൽ ഒരു 10 സെക്കൻഡ് അടിച്ച് കഴിഞ്ഞാൽ തളർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ചൂടോട് കൂടിയുള്ള ചപ്പാത്തി നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഹാർഡ് ആവുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ശരവണ ഭവനിലുള്ള കിട്ടുന്ന പോലത്തെ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ അവർ ഒരുപാട് എണ്ണ ഇതിൽ യൂസ് ചെയ്യും. അപ്പോൾ അവരെ ചപ്പാത്തി ശ്രദ്ധിച്ചില്ലേ, കളർ തന്നെ ഒരു നല്ലൊരു എന്താ പറയുക ഗോൾഡൻ കളറായിട്ട് വരും. കംപ്ലീറ്റ് ഗോൾഡനും ബ്രൗൺ ഷെയ്ഡായിട്ട്. അതായത് ഒരുപാട് എണ്ണ അവർ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ. അപ്പോൾ ആ ചപ്പാത്തി നമുക്ക് പിന്നെ എങ്ങനെ ചെയ്യണമെന്ന് കാണാം. അപ്പോൾ ഇത് സാധാരണ ചപ്പാത്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റ് ചപ്പാത്തിയാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് വെള്ളത്തിന് 1 കപ്പും അല്പം കൂടെ ആട്ട ഞാൻ എടുത്തിട്ടുള്ളൂ. അതനുസരിച്ച് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കുറച്ച് ഉപ്പിട്ടു. ആ കൺസിസ്റ്റൻസി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 20 മിനിറ്റ് കൂടുതൽ വെക്കൊന്നും വേണ്ട. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മാവ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നിയില്ല, ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്